ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പാചക ഐഡിയാസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് രസം എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. എനിക്ക് ഈ വീഡിയോയിൽ ഒരുപാട് വ്യൂസ് ഉണ്ട്, പക്ഷേ നിങ്ങളാരും തന്നെ ഈ കണ്ടവരാരും തന്നെ ലൈക്ക് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഇതെല്ലാം ഈ ബട്ടണുകളെല്ലാം നിങ്ങൾ തന്നെ അതൊന്ന് ഞെക്കിപ്പൊട്ടിക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് രസം തയ്യാറാക്കുന്നതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി 2 എണ്ണം, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, ഒരു 15 ചുവന്നുള്ളി, ഒരു 5 പച്ചമുളക്, ആവശ്യത്തിന് മല്ലിയില, അതുപോലെ തന്നെ വേപ്പില ഒരു 3 തണ്ട്, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കോൽപ്പുളി, അതുപോലെ തന്നെ കായംപൊടി എന്നിവയാണ്. ഇതിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും നമുക്ക് ചതച്ചെടുത്തിട്ട് വേണം ഇത് തയ്യാറാക്കാൻ. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 2 ടീസ്പൂണ് കടുക് ഇട്ട് നമുക്കത് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി നല്ലപോലെ വാടിയതിന് ശേഷം മാത്രമേ അതിലേക്ക് നമുക്ക് മറ്റുള്ള സാധനങ്ങൾ ചേർത്താൽ മതി. നല്ലപോലെ ഇളക്കി വാട്ടിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കുക അതിലേക്ക്. ഇതെല്ലാം കൂടി ഒന്ന് വാട്ടി നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക. തീ ചെറിയ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വാട്ടുക. നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചതച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് ഇളക്കി ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അത് നല്ല അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വേപ്പില ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലപോലെ വാടി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേവിച്ചാൽ മതി. ഇപ്പോൾ തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കോൽപ്പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിയില അരിഞ്ഞത് അതിൻ്റെ തണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ല ഈ രസത്തിന് നല്ല ഫ്ലേവറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി രസമാണ് ഇത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ രസമാണിത്.
പാചക ഐഡിയാസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ആ ബട്ടണുകളെല്ലാം ഞെക്കി പൊട്ടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.